നമസ്കാരം. നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം. ഇടതുമുന്നണി അധികാരത്തിലേറുമ്പോൾ കേരളത്തിന് നൽകിയ ഏറ്റവും വലിയ മോഹന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. എന്നാൽ 10 വർഷത്തെ ഭരണം പിന്നിടുമ്പോൾ ലഹരിമുക്ത കേരളമല്ല, മറിച്ച് ലഹരിയാസക്തമായ ഒരു തലമുറയാണ് സർക്കാർ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്. ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ മദ്യവർജനം എന്ന മനോഹരമായ വാക്ക് ഉപയോഗിക്കുകയും പ്രവൃത്തിയിൽ മദ്യവ്യാപനം നടപ്പിലാക്കുകയും ചെയ്യുന്ന സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ഇപ്പോൾ പൂർണ്ണമായും തുറന്നുകാട്ടപ്പെട്ടിരിക്കുകയാണ്. മദ്യ മുതലാളിമാരുടെ പാദസേവകർ ബാറുകളുടെ പ്രവർത്തന സമയം 2 മണിക്കൂർ കൂടി വർദ്ധിപ്പിച്ച് രാത്രി 12 മണി വരെ ആക്കിയ നടപടി ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. പോരാത്തതിന് 5 ലക്ഷം രൂപ അധികം നൽകിയ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ പുലർച്ചെ 3 മണിവരെ മദ്യമൊഴുക്കാമെന്ന പരിഷ്കാരം കൂടിയായപ്പോൾ മദ്യ മുതലാളിമാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഈ സർക്കാരിന് യാതൊരു ലജ്ജയുമില്ലെന്ന് വ്യക്തമായി. മദ്യലഭ്യത കുറയ്ക്കണമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ ഇപ്പോൾ അബ്കാരികളുടെ ലാഭം വർദ്ധിപ്പിക്കാൻ ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും ദുരുപയോഗം ചെയ്യുകയാണ്. ഒന്നാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ വെറും 29 ബാറുകൾ മാത്രമുണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് 884 ബാറുകളാണ് ആർമാദിക്കുന്നത്. 309 ബിവറേജസ് ഷോപ്പുകൾ എന്നത് 336 ഉയർന്നു. 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം 19,561 കോടി രൂപയുടെ മദ്യമാണ് മലയാളി കുടിച്ചു തീർത്തത്. ഈ തുക കൊണ്ട് ഖജനാവ് നിറയ്ക്കുമ്പോൾ എത്ര കുടുംബങ്ങൾ വഴിയാധാരമായി എന്ന് കണക്കെടുക്കാൻ സർക്കാരിന് സമയമില്ല. ജനത്തെ കുടിപ്പിച്ചു കിടത്തി അവന്റെ ബലഹീനതയെ ചൂഷണം ചെയ്ത് ഭരണകൂടവും പാർട്ടിയും ഖജനാവ് വീർപ്പിക്കുന്ന കാഴ്ചയാണ് ജനാധിപത്യത്തിന് അപമാനം. മദ്യശാലകൾ തുടങ്ങുന്നതിന് സർക്കാർ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ടായിരുന്ന അധികാരം റദ്ദാക്കിയാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ ജനദ്രോഹ നടപടി. പഞ്ചായത്തി രാജ് നഗരപാലിക ബില്ലിലെ 232, 447 വകുപ്പുകൾ എടുത്തുമാറ്റിയതിലൂടെ സ്വന്തം നാട്ടിൽ മദ്യശാല വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള ജനങ്ങളുടെ അവകാശമാണ് സർക്കാർ കവർന്നെടുത്തത്. അബ്കാരികൾക്ക് വേണ്ടി സുപ്രീം കോടതി വരെ പോയി അനുകൂല വിധി സമ്പാദിച്ച സർക്കാർ ജനങ്ങളുടെ സമാധാനത്തെക്കാൾ വില നൽകുന്നത് മദ്യലോബിയുടെ പണത്തിനാണെന്ന് തെളിയിച്ചു. മദ്യത്തിന്റെ ലഭ്യത പടിപടിയായി കുറയ്ക്കുമെന്നായിരുന്നു LDF പ്രകടന പത്രികയിലെ വാഗ്ദാനം. എന്നാൽ ഭരണത്തിലേറിയ ഉടൻ തന്നെ 3 സ്റ്റാർ ബാറുകൾ ഉൾപ്പെടെ എല്ലാം തുറന്നുകൊടുത്തു. 2 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബിയർ വൈൻ പാർലറുകൾ വാരിക്കോരി നൽകി. വിമാനത്താവള ലോഞ്ചുകളിലും IT പാർക്കുകളിലും മദ്യം സുലഭമാക്കി. ഡ്രൈ ഡേകളിൽ പോലും മദ്യം വിളമ്പാൻ അനുമതി നൽകിയതോടെ സർക്കാർ ഒരു കാര്യം ഉറപ്പിച്ചു: കേരളത്തിൽ ഒരു ദിവസവും ആരും ബോധത്തോടെ ഇരിക്കരുത്. മദ്യലഭ്യത വർദ്ധിപ്പിക്കുന്നത് വഴി സംസ്ഥാനത്തുണ്ടാകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെ സർക്കാർ മനഃപൂർവ്വം അവഗണിക്കുകയാണ്. മദ്യപാനം മൂലം തകരുന്ന കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. മദ്യലഹരിയിൽ നടക്കുന്ന അതിക്രമങ്ങൾ വർദ്ധിച്ചിട്ടും ബാർ സമയം നീട്ടുന്നതിലാണ് സർക്കാർ ആവേശം നൽകിയത്. രാത്രി വൈകിയും മദ്യം ലഭിക്കുന്നത് റോഡ് അപകടങ്ങൾക്കും ക്രിമിനൽ കേസുകളുടെ വർധനവിനും കാരണമാകുന്നു. KSRTC ഡിപ്പോകളിൽ പോലും മദ്യക്കടകൾ തുടങ്ങാൻ ആലോചിക്കുന്ന ഈ ഭരണകൂടം നാളെ സ്കൂളുകൾക്ക് സമീപവും ബാറുകൾ അനുവദിച്ചാൽ അത്ഭുതപ്പെടാനില്ല. IT പാർക്കുകളിലെ മദ്യലഭ്യതയും പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ കള്ള് വിൽപ്പനയും വിനോദസഞ്ചാരത്തിന്റെ പേരിലുള്ള വെറും തട്ടിപ്പുകൾ മാത്രമാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് കുപ്പിയിൽ എഴുതി വെച്ച് പരമാവധി കുപ്പികൾ വിറ്റഴിക്കുകയാണ് സർക്കാരിന്റെ നയം. മദ്യവർജനം എന്നത് വ്യക്തികൾ തീരുമാനിക്കേണ്ട കാര്യമാണെന്ന് പറയുന്ന എക്സൈസ് മന്ത്രി മദ്യലഭ്യത കൂട്ടുമ്പോൾ അത് വ്യക്തികളുടെ തീരുമാനത്തെ എങ്ങനെ ബാധിക്കുമെന്ന് പറയുന്നില്ല. ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾക്കായി കോടികൾ ചെലവാക്കുമ്പോഴും മറുവശത്ത് മദ്യപ്പുഴ ഒഴുക്കാൻ ചുവപ്പു പരവതാനി വിരിച്ചിരിക്കുകയാണ് സർക്കാർ. ലാഭം മാത്രം ലക്ഷ്യമിട്ട് ജനത്തെ മുഴുക്കുടിയന്മാരാക്കുന്ന ഈ നയം തിരുത്തേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. വരുമാനത്തെ വർദ്ധിപ്പിക്കാൻ മദ്യമല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്ത ഭരണകൂടം നാടിന് തന്നെ ബാധ്യതയാണ്. നുണകൾ കൊണ്ടും വിചിത്രവാദങ്ങൾ കൊണ്ടും ജനങ്ങളെ പറ്റിക്കുന്ന ഈ മദ്യ സർക്കാരിനെ തിരുത്താൻ ബോധമുള്ള കേരളീയർ ഉണർന്നേ പറ്റൂ. മദ്യശാലകളുടെ എണ്ണം കൂട്ടിയല്ല, മറിച്ചത് കുറച്ചുകൊണ്ടുവന്നാണ് ഒരു മാതൃകാ സർക്കാർ പ്രവർത്തിക്കേണ്ടത്. എന്നാൽ ഇവിടെ ഭരിക്കുന്നത് ജനക്ഷേമമല്ല, മറിച്ച് അബ്കാരി ക്ഷേമം മാത്രമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.